നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ബാബുരാജിനും ബിജിക്കും റഫീഖിനും നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ ഉത്തരവ്. തൊഴിയൂർ സുനിൽ വധക്കേസിലെ പ്രതികളെന്ന് ആരോപിച്ചാണ് പോലീസ് ഇവരടക്കമുള്ള പ്രതികളെ ജയിലിൽ അടപ്പിച്ചിരുന്നത്. CCTV ഫോളോ അപ്പ് സ്റ്റോറി. SDPIയും CPMുമായുള്ള അന്തർധാരയുടെ രക്തസാക്ഷിയാണ് പുന്നൻ ഔഷാദെന്നും പ്രതികളെ സംരക്ഷിക്കുന്നതിൽ പോലീസും കൂട്ടുനിൽക്കുന്നുവെന്നും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പുന്നൻ ഔഷാദ് രക്തസാക്ഷി ദിനാചരണം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മഴ ഒഴിഞ്ഞപ്പോൾ ചെളി മാറി പൊടിയായി. കുന്നംകുളം മക്കിക്കാവ് റോഡിൽ പൊടിയിൽ പൊറുതിമുട്ടി യാത്രക്കാരുടെ സഞ്ചാരം. വ്യാപാരികളും പ്രദേശവാസികളും ദുരിതത്തിൽ. റോഡ് നവീകരണം മന്ദഗതിയിലായതാണ് ദുരിതം സൃഷ്ടിക്കുന്നത്. വാർത്തകൾ വിശദമായി. ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ബാബുരാജിനും ബിജിക്കും റഫീഖിനും നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ ഉത്തരവ്. തൊഴിയൂർ സുനിൽ വധക്കേസിലെ പ്രതികളെന്ന് ആരോപിച്ചാണ് പോലീസ് ഇവരടക്കമുള്ള പ്രതികളെ ജയിലിലടച്ചത്. 1994 ഡിസംബർ 4-നാണ് ഗുരുവായൂരിനടുത്ത് തൊഴിയൂരിൽ BJP പ്രവർത്തകനായിരുന്ന സുനിൽകുമാർ കൊല ചെയ്യപ്പെട്ടത്. നാടിനെ നടുക്കിയ സംഭവമായിരുന്നു സുനിൽകുമാറിന്റെ കൊലപാതകം. അങ്ങേയറ്റം ക്രൂരമായാണ് സുനിൽകുമാറിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയത്. സുനിൽകുമാറിന്റെ മാതാപിതാക്കൾക്കും സഹോദരനും സഹോദരിക്കും അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. സഹോദരൻ സുബ്രഹ്മണ്യന്റെ കൈ വെട്ടിമാറ്റുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് ഗുരുവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബാബുരാജ്, ബിജി, റഫീഖ്, ഹരിദാസൻ എന്നിവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. പോലീസിന്റെ മർദ്ദനത്തെ തുടർന്ന് ക്ഷയരോഗം പിടിപെട്ട ഹരിദാസൻ പിന്നീട് മരണപ്പെട്ടുവെങ്കിലും മറ്റു 3 പേരും നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് നിരപരാധിത്വം തെളിയിക്കാനായത്. അന്നത്തെ കുന്നംകുളം DYSP T ചന്ദ്രൻ, ഗുരുവായൂർ സർക്കിൾ ഇൻസ്പെക്ടർ ശിവദാസൻ പിള്ള, സബ് ഇൻസ്പെക്ടർ സതീശൻ എന്നിവരുടെ ഗൂഢാലോചനയായിരുന്നു തങ്ങളെ പ്രതികളാക്കി മാറ്റിയതിന് പിന്നിലെന്നാണ് ബാബുരാജും ബിജിയും റഫീഖും 3 പതിറ്റാണ്ടിനിപ്പുറവും പറയുന്നത്. ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളെയാണ് ഈ കേസിൽ കണക്ട് ചെയ്തത്. അത് CPMകാരെ മാത്രമല്ല, നേരത്തെ ചോദിച്ചല്ലോ, CPMകാരെ മാത്രമല്ല, വിവിധ രാഷ്ട്രീയം ഇല്ലാത്തവർ, വേറെ പാർട്ടിയുള്ള ആളുകളെല്ലാവരും കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു ടീം ചെയ്യുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് DYSP ചന്ദ്രൻ, T ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കുന്നംകുളം DYSP ആണ് ഇതെല്ലാതും ഓർഗനൈസ് ചെയ്തതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃത്യം നടത്തിയവരെയും കൊട്ടേഷൻ നൽകിയവരെയും കുറിച്ച് കൃത്യമായുള്ള ധാരണയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ബലിയാടുകളാക്കുകയായിരുന്നുവെന്നാണ് മൂവരും പറയുന്നത്. പിന്നീട് മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനിടയ്ക്ക് ഇസ്ലാമിക് ഭീകര സംഘടനയിൽപ്പെട്ടവരാണ് സുനിൽകുമാറിനെ കൊലപ്പെടുത്തിയതെന്ന് തെളിയുകയായിരുന്നു. എന്നാൽ ജീവിതം കരുപിടിപ്പിക്കാൻ തുടങ്ങും മുൻപേ കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ ഇവരുടെയും കുടുംബങ്ങളുടെയും ജീവിതത്തിനു മുകളിൽ കരിനിഴൽ വീഴുകയായിരുന്നു. ശരിയാ, നമുക്ക് പ്രായമായി, ഞങ്ങളുടെ അമ്മമാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ബിജിയുടെ അമ്മ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. നമുക്കൊന്നും പൂർണ്ണമായിട്ട് നമ്മളെ അമ്മമാർക്ക് ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഒരു സംശയത്തിന് നേരിടാൻ ഇപ്പോൾ ഒരുവിധം എല്ലാം ക്ലിയറായി എന്ന് പറയാം. ഇതിന് മുന്നേ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ 24 വയസ്സിലാണ് ഈ കേസിൽ പ്രതിയാവുന്നത്. എൻ്റെ സാമൂഹിക ബന്ധങ്ങൾ, എൻ്റെ കുടുംബ ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഞാൻ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കേസിനെ അതിജീവിച്ച് 32 വർഷം ഞങ്ങൾ പോരാട്ടം നടത്തി. ഇനിയും ഞങ്ങളുടെ ഏറ്റവും പ്രധാന ആവശ്യം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാന്നുള്ളതും, അതിപ്പോൾ എന്തായാലും കോടതിയിൽ പോയും നമ്മളെന്തായാലും അതിൻ്റെ നിയമപോരാട്ടം നമ്മൾ നടത്തും. ഹൈക്കോടതി കേസിലെ ആദ്യ പ്രതികളെ കുറ്റവിമുക്തരാക്കിയതോടെ നിരപരാധികളായ തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ബാബുരാജും ബിജിയും റഫീഖും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. തൊഴിയൂർ സുനിൽകുമാർ വധക്കേസിൽ പ്രതികളാക്കി ശിക്ഷ അനുഭവിച്ച നിരപരാധികൾക്ക് UDF സർക്കാർ നീതി നിഷേധിക്കുകയായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കേസിൽ പ്രതി ചേർത്ത് ശിക്ഷ അനുഭവിച്ച ബാബുരാജ്, ബിജി, റഫീഖ് എന്നിവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ തീരുമാനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത്. ഇവിടെ ആ വ്യവസ്ഥ നിർലജ്ജം നിരാകരിക്കപ്പെട്ട സംഭവമാണ് തൊഴിയൂർ സുനിൽ വധക്കേസിൽ ഉണ്ടായത്. പോലീസിന് തന്നെ പിന്നീട് കിട്ടിയ ചില ഇൻഫർമേഷൻ, അപ്പോഴേക്ക് UDF ഗവൺമെൻറ് പോയി കഴിഞ്ഞിരുന്നു.
അതിൽ ഈ കുറ്റകൃത്യം നടത്തിയത് ചില തീവ്രവാദ സംഘടനകളിൽപ്പെട്ടവരാണ് എന്ന് വ്യക്തമായി. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ ഇളകാൻ തയ്യാറായില്ല. 1994 ഡിസംബർ 4-നാണ് BJP പ്രവർത്തകനായിരുന്ന സുനിൽ കൊല ചെയ്യപ്പെടുന്നത്. ഈ കേസിൽ അന്നത്തെ UDF ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസ് പ്രതികളായി ചേർത്തത് ബിജി, ബാബുരാജ്, ഹരിദാസ്, റഫീഖ് തുടങ്ങിയിട്ടുള്ള പ്രതികളെയാണ്. പോലീസ് 3-ാം മുറ പ്രയോഗിച്ച് പ്രതികളെക്കൊണ്ട് കുറ്റസമ്മതം നടത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ പ്രതി ചേർക്കപ്പെട്ടവർ നിരപരാധികളായതുകൊണ്ട് ധീരമായി ചെറുത്തുനിന്നു. ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും അവർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നു. എന്നിട്ടും ഇവരെ പ്രതികളാക്കി റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു. വിചാരണ കോടതി പോലീസിന്റെ കള്ളക്കഥ വിശ്വസിച്ച് ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷേ പ്രതികളാക്കപ്പെട്ട ബാബുവും ബിജിയും റഫീഖുമൊക്കെ നടത്തിയ വലിയ നിയമ പോരാട്ടമാണ് സംഭവഗതികളെ മാറ്റിമറിച്ചത്. പോലീസിന് തന്നെ പിന്നീട് കിട്ടിയ ചില ഇൻഫർമേഷനിൽ കുറ്റകൃത്യം നടത്തിയത് ചില തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണെന്ന് വ്യക്തമാകുകയായിരുന്നു. പക്ഷേ പോലീസ് ഈ കാര്യത്തിൽ ഇടപെടാൻ തയ്യാറായില്ല. കേരള നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഒരു സബ്മിഷൻ അവതരിപ്പിച്ചപ്പോൾ കേസ് സംബന്ധിച്ച രേഖകളൊന്നും ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ ലഭ്യമല്ല എന്നാണ് അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നൽകിയ മറുപടി. 2016-ൽ LDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ബാബുരാജ് ഹൈക്കോടതിയിൽ പോകുകയും പുനരന്വേഷണത്തിന് നിർദ്ദേശിക്കുകയും ചെയ്തു. പോലീസ് കൃത്യമായി അന്വേഷിച്ച് പ്രതികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അവർ ഈ നാട്ടിൽ സമാധാന ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തിയിൽപ്പെട്ടവരായിരുന്നു. ചില മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു അന്ന് കൊല നടത്തിയത്. ഏതാണ്ട് 31 വർഷക്കാലം അവർ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്ക് പകരമാവില്ല ഈ നഷ്ടപരിഹാര തുക എന്നറിയാം. എങ്കിൽ പോലും അവരാണ് ശരിയെന്ന് ഈ നിലപാടിലൂടെ ഗവൺമെന്റും നീതിന്യായ സംവിധാനവും തെളിയിച്ചു എന്നുള്ളത് അഭിമാനാർഹമാണെന്നും അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. 31 വർഷക്കാലം അവരനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്ക് പകരമാവില്ല ഈ നഷ്ടപരിഹാര തുക എന്നറിയാം. പക്ഷേ എങ്കിൽ പോലും അവരാണ് ശരി എന്ന് ഈ നിലപാടിലൂടെ ഗവൺമെൻറ്റും നീതിന്യായ സംവിധാനവും തെളിയിച്ചു എന്നുള്ളതാണ് അഭിമാനാർഹം. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിലപാടും വളരെയേറെ പ്രശംസിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. SDPIയും CPMും തമ്മിലുള്ള അന്തർധാര രക്തസാക്ഷിയാണ് പുന്നാൻ ഔഷാദെന്നും പ്രതികളെ സംരക്ഷിക്കുന്നതിൽ പോലീസും കൂട്ടുനിൽക്കുകയാണെന്നും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പുന്നാൻ ഔഷാദ് രക്തസാക്ഷി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് TS അജിത്ത്, MV ഹൈദരാലി, A അലാവുദ്ദീൻ, ഫൈസൽ ചാലിൽ, KPCC മുൻ മെമ്പർ CA ഗോപപ്രതാപൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ്, ഏരിയ കമ്മിറ്റി ഓഫീസ്, ലോക്കൽ കമ്മിറ്റി ഓഫീസ് എന്ന് വിപ്പ് കൊടുക്കുന്നു. CPMന് ഫ്രാക്ഷൻ ജയിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ രക്തസാക്ഷി ദിനം ഈ ചാവക്കാട് അങ്ങാടിയിൽ വെച്ച് നടത്തപ്പെടുമ്പോ ഞങ്ങൾ ഇന്ന് മുതൽ കൗണ്ട് ഡൗൺ പ്രഖ്യാപിക്കുകയാണ്. സഖാവ് പിണറായി വിജയന്റെ മുഖത്തേക്കാണ് ഈ വിരൽ ചൂണ്ടുന്നത്, പോലീസിലേക്കാണ് ഞങ്ങൾ ഈ വിരൽ ചൂണ്ടുന്നത്. കൗണ്ട് ഡൗൺ ഞങ്ങൾ ഇന്ന് മുതൽ പ്രഖ്യാപിക്കുന്നു. എഴുതി വെച്ചോളൂ. ഏതെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഇവിടെ ഉണ്ടാകും, IBയുടെ പോലീസ് ഇവിടെ ഉണ്ടാകും, മഫ്തിയിൽ അവരിവിടെ നിൽക്കുന്നുണ്ടാകും. നിങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചോളൂ. 2025 ജൂലൈ മഴ ഒഴിഞ്ഞപ്പോൾ ചെളി മാറി പൊടിയായി. കുന്നംകുളം അക്കിക്കാവ് റോഡിലാണ് പൊടിയിൽ പൊറുതിമുട്ടി യാത്രക്കാർ സഞ്ചരിക്കുന്നത്. ഒച്ചിഴയും വേഗത്തിലാണ് റോഡ് നവീകരണ പ്രവർത്തികൾ നടക്കുന്നത്. വലിയ വാഹനങ്ങളും അമിതവേഗത്തിൽ സ്വകാര്യ ബസ്സുകളും പോകുമ്പോൾ ഉയരുന്ന പൊടി കാരണം ഇരുചക്ര വാഹനക്കാർക്കാണ് കൂടുതൽ വിഷമിക്കുന്നത്. സമീപത്തെ കടകളിലും വീടിന് മുൻവശത്തും ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയായതായി ഇവർ പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ റോഡ് നവീകരണം മഴ കാരണം മന്ദഗതിയിലായതാണ് യാത്രക്കാർക്ക് വിനയായത്. 4 കിലോമീറ്റർ ദൂരമാണ് ഇനി പ്രവൃത്തി നടത്താനുള്ളത്. നിർമ്മാണ കമ്പനിയും വാട്ടർ അതോറിറ്റിയും തമ്മിൽ പൈപ്പ് മുറ്റുന്നതിനെ ചൊല്ലിയുണ്ടായ ഇടച്ചിലും പണി വൈകാൻ കാരണമായി. പൊടി ഉയരാതിരിക്കാൻ റോഡ് നനയ്ക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം ആരും ചെവിക്കൊള്ളുന്നില്ല. മഴ ഒഴിഞ്ഞ സമയമായതിനാൽ എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നമ്മുടെ റോഡ് പണിയുടെ പതുക്കെയുള്ള ഇതുമൂലം നമ്മുടെ വ്യാപാരികൾക്കൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മുൻപാഴ്ച മഴ പെയ്തിട്ട് ആകെ ചെളി ഇതൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊടിശല്യമാണ്.
ഇപ്പോൾ വണ്ടികളൊക്കെ നല്ല പോകുന്ന മൂലം യാത്രക്കാർക്കും വഴി നടന്നവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച മുതൽ ഇവിടെ റോഡ് പണി നടക്കുന്ന കാരണം മൊത്തം ചെളിയായിരുന്നു. വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഷോപ്പ് തുറന്നു കഴിഞ്ഞാൽ അത് കഴുകിലും തുറക്കലായിരുന്നു പണി. ഇപ്പോൾ മഴ മാറി, ഇപ്പോൾ പൊടിയായി, വേനൽക്കാലമായ പൊടിയായി, ഭയങ്കര പൊടിശല്യമാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിട്ട് ഇപ്പോൾ വണ്ടി തുടക്കലാണ്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. അടുത്തിടെ നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകളുടെ 2 ഭാഗങ്ങളിലാണ് റോഡ് വലിയ രീതിയിൽ തകർന്നത്. പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ശക്തിയായി ഒഴുകിയപ്പോൾ റോഡിന്റെ ടാറിംഗ് പൊങ്ങി വിണ്ട് പൊട്ടിയ അവസ്ഥയിലാണ്. റോഡിന്റെ മധ്യഭാഗത്തോട് ചേർന്നാണ് തകർന്നിട്ടുള്ളത്. റോഡ് വീതി കൂട്ടി നിർമ്മിച്ചപ്പോൾ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാതിരുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും റോഡിൽ രൂപപ്പെട്ട വിള്ളലുകൾ വലിയ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്നും നാട്ടുകാർ പറയുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുഴികൾ കൃത്യമായി അടയ്ക്കുവാൻ പൊതുമരാമത്ത് വാട്ടർ അതോറിറ്റിയും തയ്യാറാകുന്നില്ല. നെല്ലുവായി പെട്രോൾ പമ്പിന് സമീപത്തായുള്ള കുഴിയിൽ ബൈക്കുകൾ ചാടി മറിഞ്ഞു വീഴുന്നത് പതിവായിരിക്കുകയാണ്. പൊളിയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. റോഡ് മുകളിലേക്ക് പൊന്തി വരുന്ന ഇതുവരെ കാണാത്തൊരു പ്രതിഭാസമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞപ്പോ ആ പൊന്തി വന്ന റോഡ് താഴത്തേക്ക് കുറേയൊക്കെ പോയെങ്കിലും പല സ്ഥലത്തും വിള്ളൽ വീണ് ഏത് നിമിഷവും തകർന്ന് തരിപ്പണമാകാവുന്ന അവസ്ഥയിലാണ് ഈ റോഡ് നിൽക്കുന്നത്. കോൺഗ്രസ് ഇതിനോടകം പലതവണ മാധ്യമങ്ങളുടെ മുമ്പിലും പൊതുജനങ്ങളോടും പറയുന്ന കാര്യമാണ് ഈ റോഡുകളുടെ എല്ലാ നിർമ്മാണത്തിൽ വലിയ വ്യാപകമായ ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ 49 കോടി രൂപ ചെലവാക്കിയ റോഡ് ഈ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ആ പൈസ കൊടുത്തിട്ടുള്ളത് എന്ന് സർക്കാർ ഇനിയെങ്കിലും ഓർക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഛത്തീസ്ഗഡിൽ കത്തോലിക്ക സന്യാസിനികളെ നിയമവിരുദ്ധമായി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച നടപടിയിലും കന്യാസ്ത്രീകൾക്കെതിരെ അന്യായമായി എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആഗസ്റ്റ് 3 ഞായറാഴ്ച വൈകിട്ട് 2:30-ക്ക് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ പ്രതിഷേധ ജാഥയും സമുദായ ജാഗ്രതാ സദസ്സും സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പാവപ്പെട്ടവരെയും സാമൂഹിക ഉച്ചനീചത്വത്തിന്റെ പിടിയിൽ അകപ്പെട്ടവരെയും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ആരോഗ്യപരമായും സാമൂഹിക ജീവിത നിലവാരത്തിന്റെ ഉന്നതിയിലേക്ക് വളർത്തുവാൻ സേവനം ചെയ്യുന്നവരാണ് ഈ സന്യാസിനികൾ. ഇവർക്കെതിരെ ബജ്രംഗ് ദൾ പോലുള്ള മത തീവ്രവാദ സംഘടനകൾ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് പ്രതിഷേധാർഹമാണെന്നും ജാഗ്രത സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ബജ്രംഗ് ദൾ പോലുള്ള മത തീവ്രവാദ സംഘടനകൾ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് നിയമം കയ്യിലെടുത്ത് ജനകീയ വിചാരണ നടത്തുന്ന അവസ്ഥയ്ക്ക് അവസാനം ഉണ്ടാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന ജാഗ്രതാ സദസ്സ് സംഘാടക സമിതി ആവശ്യപ്പെട്ടു. ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ നേരെ നടക്കുന്ന അക്രമങ്ങൾ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിലെ സർക്കാർ ഒളിച്ചുകളികൾ, മലയോര കടലോര ചെറുകിട കച്ചവട മേഖലയിലെ വെല്ലുവിളികൾ, വിദ്യാഭ്യാസ മേഖലയിലെ മതനിഷേധങ്ങൾ, സഭാ സ്വത്തുക്കൾ കൈയടക്കാനുള്ള നീക്കങ്ങൾ എന്നിവയിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ഭാഗമായാണ് സമുദായ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞായറാഴ്ച വൈകിട്ട് 2:30-ന് 2000-ഓളം വിശ്വാസികൾ അണിനിരക്കുന്ന പ്രതിഷേധ ജാഥ എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച് ഫൊറോന പള്ളിയിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന ജാഗ്രതാ സദസ്സ് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനാകും. കേരള കത്തോലിക്ക ഫെഡറേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തും. പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി തുടങ്ങിയ ആത്മായ നേതാക്കൾ പ്രസംഗിക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, സംഘാടക സമിതി ജനറൽ കൺവീനർ KC ഡേവിസ്, ജോയിന്റ് കൺവീനർമാരായ പോൾസൺ മണ്ടുമ്പാൽ, ജിഷ ജോഷി വെള്ളർക്കാട്, സെക്രട്ടറി ഡോക്ടർ NV ആന്റണി മാസ്റ്റർ, ഫൊറോന പള്ളി കൈക്കാരൻ ജെയ്സൺ താണിക്കൽ എന്നിവർ പങ്കെടുത്തു. ഓണത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിരുന്ന റേഷൻ അരി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് CPI കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. അരിയന്നൂർ സെന്ററിലെ റേഷൻ കടയ്ക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശിവൻ വാഗ അധ്യക്ഷനായി.
ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാരി ശിവൻ, ലോക്കൽ കമ്മിറ്റി അംഗം ഹരീഷ് നാരായണൻ, CPI അരിയന്നൂർ ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് വിനു എന്നിവർ സംസാരിച്ചു. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഔഷധ സേവയും ആനയൂട്ടും നടന്നു. ആയുർവേദാചാര്യനായ കുട്ടഞ്ചേരി മൂസിന്റെ ഇല്ലത്തുനിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ഔഷധം പന്തീരടി പൂജയ്ക്ക് ശേഷം മുക്കിടിയായി നിവേദിച്ച ഭക്തർക്ക് വിതരണം ചെയ്തു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് പ്രൊഡക്ഷൻ മാനേജർ ഡോക്ടർ മുരളീധരന് ഔഷധം നൽകിക്കൊണ്ട് ഔഷധസേവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗജവീരൻ ഊക്കൻസ് കുഞ്ചുവിന് ആദ്യ ഉരുള നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു ആനയൂട്ടിന് തുടക്കം കുറിച്ചു. 16 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. ദേവസ്വം കമ്മീഷണർ ഉദയകുമാർ, തിരുവില്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ K. കല, ദേവസ്വം ഓഫീസർ G. ശ്രീരാജ്, ധന്വന്തരി ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമൾ, ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർ A. രജനി, ബാംഗ്ലൂർ ഇസ്കോൺ പ്രതിനിധി മധു പണ്ഡിറ്റ് ദാസ്, ഡോക്ടർ രാജഗോപാൽ, ക്ഷേത്ര മേൽശാന്തി മേക്കാട്ട് നാരായണ നമ്പൂതിരി തുടങ്ങിയവർ സന്നിഹിതരായി. സാംസ്കാരികമായ പ്രാധാന്യമുണ്ട്, വൈദ്യശാസ്ത്രപരമായ പ്രാധാന്യമുണ്ട്. ഇതൊരു പ്രതിരോധ ചികിത്സയാണ്. രോഗം വരാതിരിക്കാനുള്ള ശ്രമം, രോഗം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സംരംഭമാണിത്. ഇവിടെ കൊടുക്കുന്ന മരുന്നിൽ പ്രധാനമായും കൊടുവേലിയാണുള്ളത്. കൊടുവേലി എന്ന് പറയുന്നത് അഗ്നിയാണ്. അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംശുദ്ധീകരിക്കാനുള്ളൊരു സാധനമാണ്. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാർ ഏറ്റെടുത്തിട്ടുള്ള ശിവാലയ ഗ്രൂപ്പ് സമാന്തര റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ പ്രവർത്തനം തടയുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ് പറഞ്ഞു. UDF ഒരുമനൂർ പഞ്ചായത്ത് കമ്മിറ്റി മൂന്നാംകല്ലിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ചെയർമാൻ KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. NK അബ്ദുൽ വഹാബ്, ഹമീദ് ഹാജി, ഹംസക്കുട്ടി ഹാജി, കാരയിൽ മൊയ്നു, PK ജമാലുദ്ദീൻ, ബ്ലോക്ക് മെമ്പർ K ആഷിദ, ശ്യാം സുന്ദർ, ദുൽഹൻ സുബേർ, TV അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. UDF കൺവീനർ KJ ചാക്കോ സ്വാഗതവും RS ഷക്കീർ നന്ദിയും പറഞ്ഞു. ഡ്രൈഡേ ദിവസത്തിൽ മദ്യവിൽപ്പന നടത്തിയ നെല്ലുവായ് സ്വദേശിയെ 12 ലിറ്റർ മദ്യവുമായി വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി. നെല്ലുവായ് മുണ്ടൻകൂട് നഗർ തെയ്യത്താം പറമ്പിൽ ചാമിയുടെ മകൻ ഹരിദാസനെയാണ് വടക്കാഞ്ചേരി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KV ഗിരീഷും സംഘവും പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ MK ബിനു, PP കൃഷ്ണകുമാർ, KV ഷാജി, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് രതീഷ, സിവിൽ എക്സൈസ് ഓഫീസർ അജീഷ്, സനീഷ്, അനിൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നൂർജ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ കായികമേള സീനിയർ ഗ്രൗണ്ടിൽ നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, സജിനി പ്രേമൻ, വാർഡ് കൗൺസിലർ ബിജു C ബേബി, SMC ചെയർമാനും കൗൺസിലറുമായ VK സുനിൽകുമാർ, VHSC വിഭാഗം പ്രിൻസിപ്പൽ വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റും കുന്നംകുളം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പ്രിയ സജീഷ് സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക PT ലില്ലി നന്ദിയും പറഞ്ഞു. പരേഡിന് ശേഷം സ്കൂൾ പ്രിൻസിപ്പൽ PI റസിയ പതാക ഉയർത്തി. തുടർന്ന് വിവിധ മത്സരങ്ങൾ ഉണ്ടായി. കുന്നംകുളം ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ APJ അബ്ദുൽ കലാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി പരീക്ഷണങ്ങളുമായി കുട്ടി ശാസ്ത്രജ്ഞർ സെന്റ് മേരീസിന്റെ അങ്കണത്തിൽ അണിനിരന്നു. ബദനി സെന്റ് മേരീസ് പ്രിൻസിപ്പൽ റീന ഡേവിസ് ആശംസകൾ നേർന്നു. വോൾക്കാനോ ഇറപ്ഷൻ, ബലൂൺ ബ്ലോയിങ്, വാട്ടർ ഡിസ്പെൻസർ, പേപ്പർ ഡാൻസ്, റെയിൻബോ ഫോം, മാജിക് ടൊമാറ്റോ, കാൻഡിൽ മാജിക് എന്നിങ്ങനെ നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങളുമായി കുരുന്നുകൾ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ CPI വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ഞൂർ സെന്ററിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. T ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. VM മനോജ്, ഹനീഫ കൊച്ചന്നൂർ, സുധീഷ് അമരായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മ സേനാംഗത്തിന്റെ സത്യസന്ധത വിവാഹ സമ്മാനമായി നൽകിയ 10,000 രൂപ ഉടമയ്ക്ക് തിരികെ ലഭിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗമായ ഷീജ കുന്നത്തുള്ളിയാണ് മാലിന്യത്തിൽ നിന്ന് ലഭിച്ച കവറിനുള്ളിലെ പണം ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ചത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 7-ാം വാർഡ് ആളൂരിൽ കണ്ടംപുള്ളി വീട്ടിൽ ശശിയുടെ വീട്ടിൽ നിന്നും ശേഖരിച്ച മാലിന്യത്തിൽ നിന്നാണ് ഷീജയ്ക്ക് 10,000 രൂപ ലഭിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ശശിയുടെ മകളുടെ വിവാഹം നടന്നത്. വിവാഹ സമ്മാനമായി ബന്ധു നൽകിയ 10,000 രൂപ അടങ്ങിയ കവർ മറ്റൊരു സമ്മാനപ്പൊതിയിൽ ഇട്ടുവെങ്കിലും പിന്നീടത് മറക്കുകയായിരുന്നു. സമ്മാനപ്പൊതിയിൽ നിന്ന് സമ്മാനമെടുത്ത ശേഷം ഒഴിഞ്ഞ കവർ
ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനുള്ള മാലിന്യത്തിലേക്ക് മാറ്റി. വ്യാഴാഴ്ച വൈകിട്ട് ഷീജയും സഹപ്രവർത്തകരും ശശിയുടെ വീട്ടിലെത്തി മാലിന്യം ശേഖരിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പേപ്പർ കവറിനുള്ളിൽ നിന്ന് പണമടങ്ങിയ കവർ ലഭിച്ചത്. തുടർന്ന് ഹരിതകർമ്മസേനയുടെ സെക്രട്ടറി സുദീപയെയും പഞ്ചായത്ത് ഭരണാധികാരികളെയും വിവരം അറിയിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച പഞ്ചായത്ത് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഹരിതകർമ്മസേനയുടെ പ്രതിമാസ റിവ്യൂ യോഗത്തിൽ 10,000 രൂപയടങ്ങിയ കവർ ഷീജ ഉടമയായ ശശിക്ക് കൈമാറി. സന്തോഷസൂചകമായി ശശി ഷീജയ്ക്കും മറ്റ് ഹരിതകർമ്മസേനാംഗങ്ങൾക്കും മധുര വിതരണം ചെയ്തു. തുടർന്ന് ചേർന്ന അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് NS നന്ദൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ നിവ്യ റനീഷ്, NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി KK രാമകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CO ആൻഡോ, പഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി കേസെടുത്ത് ജയിലിലടപ്പിച്ച BJP സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. പുലിക്കോട്ടിൽ പത്രോസ് കത്തനാർ, ഫാദർ ബാബു ജോസഫ് പടിഞ്ഞാറ്റെടുത്ത്, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, MN സത്യൻ, ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VM സുരേഷ്, MP പ്രവീൺ, സീത രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മലമ്പാമ്പിനെ പിടികൂടി. എരുമപ്പെട്ടി കരിയന്നൂർ പണിക്ക വീട്ടിൽ നാരായണൻ നായരുടെ വീട്ടിലെ തൊഴുത്തിനോട് ചേർന്നുള്ള വൈക്കോൽ ഷെഡിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വെള്ളിയാഴ്ച രാവിലെയാണ് ഷെഡിൽ പാമ്പിനെ കണ്ടത്. തുടർന്ന് എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് സ്നൈക്ക് റെസ്ക്യൂ അംഗങ്ങളെത്തിയാണ് പിടികൂടി കൊണ്ടുപോയത്. വിശുദ്ധ ഖുർആൻ മുഴുവനും കാണാതെ നിയമങ്ങൾ പാലിച്ച് മനോഹര ശൈലിയിൽ 11 മണിക്കൂറും 45 മിനിറ്റും മാത്രം എടുത്ത് ഓതിക്കൊടുത്ത് വിസ്മയം തീർത്ത പന്നിത്തടം ഹാഫിള് മുഹമ്മദ് യാസീനെ ജന്മനാട് ആദരിച്ചു. മഹൽ പ്രസിഡന്റ് സിംല ഹസൻ, ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി, ചേകന്നൂർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. സയ്യിദ് ഹബീബ് കോയ തങ്ങൾ, സയ്യിദ് ഷിഹാബ് തങ്ങൾ, ആലി മാസ്റ്റർ, ഹംസ ഹാജി, അല്ലമീൻ ഉസ്മാൻ ഹാജി, പുരളിയിൽ അബൂബക്കർ, ഹാഫിള് അഹമ്മദ് നസീം ബാക്കവി, ഹാഫിള് യാസിർ നിസാമി തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മദ് അലി ലത്തീഫി, ഉമർ മുസ്ലിയാർ, റഫീഖ് ഫൈസി, ഹമീദ് കാരേങ്ങൽ, ലത്തീഫ് പന്തലിങ്ങൽ, റഫീഖ് ഐനിക്കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പന്നിത്തടം മർഹൂം ആലിക്കുട്ടി മസ്താന്റെ പൗത്രനും ഹാഫിള് അഹമ്മദ് നസീം ബാക്കവിയുടെ മകനുമാണ് മുഹമ്മദ് യാസിൻ. ഇഷാത്ത് സുന്ന സ്റ്റുഡൻസ് അസോസിയേഷൻ, അല്ലൈൻ, SKSSF തൃശൂർ ജില്ലാ കമ്മിറ്റി എന്നീ സംഘടനകളുടെ ആദരവും ചടങ്ങിൽ നടന്നു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ലോക ശ്വാസകോശ അർബുദ ദിനം ആചരിച്ചു. ആശുപത്രി നഴ്സിംഗ് സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനവും ബോധവൽക്കരണ ക്ലാസുകളും മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൾമണറി ആൻഡ് സ്ലീപ്പ് മെഡിസിന്റെ പുതുതായി തുടങ്ങിയ സ്ലീപ്പ് മെഡിസിൻ ലാബിന്റെ ഔപചാരിക പ്രഖ്യാപനവും അദ്ദേഹം നിർവഹിച്ചു. പൾമണോളജി വിഭാഗം മേധാവി ഡോക്ടർ അഖിൽ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രി ട്രഷറർ മോൺസി P അബ്രഹാം, ഡോക്ടർ ബാബു മാത്യു, ഡോക്ടർ ബോധി സണ്ണി, ഡോക്ടർ ജിബിൻ ജെയിംസ്, ഡിക്സൺ CS, ഡോക്ടർ TH ജസ്ലാം, ഡോക്ടർ R സതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ R സതീഷ്, ഡോക്ടർ ഐശ്വര്യ വാസുദേവ്, ഡോക്ടർ മിൻഷ റഹ്മാൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ കീഴിൽ ചെറുതുരുത്തി കുരിശുപള്ളിയുടെ ശിലാസ്ഥാപനം ഓഗസ്റ്റ് 3 ഞായറാഴ്ച നടക്കും. പഴഞ്ഞി ഇടവകാംഗം ചെറുവത്തൂർ ഉട്ടൂപ്പ് മകൻ ജോൺ പഴഞ്ഞി ചെറുതുരുത്തിയിൽ സമീപം ദാനമായി നൽകിയ സ്ഥലത്ത് പുതുതായി പണി കഴിപ്പിക്കുന്ന സെന്റ് ജോർജ് കുരിശുപള്ളിയുടെ ശിലാസ്ഥാപനം ഞായറാഴ്ച രാവിലെ 11:30 കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് നിർവഹിക്കും. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ആന്റണി പൗലോസ്, ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. പോർക്കുളം MKM UP സ്കൂളിൽ കരാട്ടെ പരിശീലനം ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ സ്വയം പ്രതിരോധത്തിനും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും അച്ചടക്കം, ക്ഷമ, ആത്മനിയന്ത്രണം എന്നീ ഗുണങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കരാട്ടെ പരിശീലനം ആരംഭിച്ചത്. പ്രശസ്ത കരാട്ടെ പരിശീലകൻ പുരുഷോത്തമൻ മാസ്റ്ററാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. പ്രധാനാധ്യാപിക സ്റ്റെനി K സ്റ്റീഫൻ, അധ്യാപകരായ ലിജോ ജോസഫ്, സിമി C ചുങ്കത്ത്, നിംന ജോൺ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞാൽ മതി. മാഷ് കാണാനല്ലേ, ഈ തിരിച്ചു ഓപ്പോസിറ്റ്. 1 2 3 4 1 നല്ല മരുന്ന്
ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച പൊതുകുളത്തിന്റെ നടപ്പാത പാഴ്പുല്ലുകൾ നിറഞ്ഞു. പഴഞ്ഞി അരുവായി കുഞ്ഞുകുളത്തിന്റെ സമീപമാണ് നടപ്പാത നിർമ്മിച്ചത്. 10.65 ലക്ഷം രൂപ ചെലവിട്ടാണ് 3 വർഷം മുൻപ് കുളത്തിന് സമീപം നടപ്പാത ഒരുക്കിയത്. എന്നാൽ തുടർ പ്രവർത്തനങ്ങൾ നിലച്ചതോടെ നടപ്പാതയിൽ പുല്ലുകൾ വളർന്നു തുടങ്ങി. ഇപ്പോൾ നടപ്പാതയുടെ പകുതിയോളം പാഴ്പുല്ലുകൾ നിറഞ്ഞ നിലയിലാണ്. പാഴ്പുല്ലുകൾ വെട്ടിമാറ്റി നടപ്പാത സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞിയും കനകപ്പൊടിയും ഔഷധക്കൂട്ടും വിതരണം ചെയ്തു. ഗുരുവായൂർ നാരായണാലയത്തിന് മുന്നിൽ സ്വാമി സന്മയാനന്ദ സരസ്വതി ഔഷധക്കൂട്ടുകൾ മൗനയോഗി ഹരിനാരായണ സ്വാമിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിൽ കല്ലാട്ട് സന്ദേശം നൽകി. രവി ചങ്കത്ത്, ബാലൻ വാർനാട്ട്, ജയറാം ആലക്കൽ, ശ്രീധരൻ മാമ്പുഴ, IP രാമചന്ദ്രൻ, മുരളി അകമ്പടി, V ബാലകൃഷ്ണൻ നായർ, ശ്രീകുമാർ P നായർ, രവി വട്ടരങ്ങത്ത് എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര പരിസരത്തെത്തിയ എല്ലാവർക്കും ഔഷധക്കഞ്ഞിയും മരുന്നുകൂട്ടുകളും കനകപ്പൊടിയും വിതരണം ചെയ്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കൽത്തുറങ്കലാക്കിയ വിഷയത്തിൽ പ്രതിഷേധവുമായി പഴഞ്ഞി മങ്ങാട് കോൺഗ്രസ് 1-ാം വാർഡ് കമ്മിറ്റി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് V ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് കിരൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തമ്പി K ജോബ്, മുൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പ്രമോദ്, ജോസഫ് വാഴപ്പള്ളി, വിജിലി മോശ, ശ്രേയ, നീതു ധനേഷ്, ബാലൻ, രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്തിന്റെയും ഹരിത കേരള മിഷന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ചങ്ങാതിക്കൊരു തൈ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടന്നു. കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക നിമി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ AV അബ്ദുൽ ഗഫൂർ, ഷമീറ ഷെരീഫ്, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ രാജീവ് വിനോദ്, കൃഷി അസിസ്റ്റന്റ് അരുണ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും അംഗൻവാടികളിലും പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ഹരിതകർമ്മ സേനാംഗങ്ങളും അയൽക്കൂട്ടാംഗങ്ങളും ക്ലബ്ബുകൾ, വായനശാലകൾ തുടങ്ങിയവ ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. പഞ്ചായത്ത് ഓഫീസിലും ചങ്ങാതിക്കൊരു തൈ പദ്ധതി നടപ്പിലാക്കി. പഴഞ്ഞിമാർ ബസേലിയോസ് സ്കൂളിൽ റെയിനി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. മഴക്കാലത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ അനുഭവങ്ങൾ പങ്കുവച്ചും പ്രകൃതി രമണീയത വർണ്ണിപ്പിക്കുന്ന കവിതകളുടെയും പഴംചൊല്ലുകളുടെയും അവതരണവും ഉണ്ടായിരുന്നു. പ്രധാനാധ്യാപകൻ G. ജോർജ്, അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, നിസി KT, പോൾ ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ഭൂമികയ്ക്കൊരു തൈ എന്ന പരിപാടിയുടെ ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലാതല ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ജേതാവും സിനിമ കലാസംവിധായകനുമായ ഷബീർ അലി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പാൾ V സ്മിത അധ്യക്ഷയായി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി N തോമസ് ഫലവൃക്ഷ തൈകൾ സ്കൂളിന് കൈമാറി. ഭൂമിക്കൊരു തൈ പദ്ധതിയുടെ ഭാഗമായുള്ള ബ്രോഷർ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സജി മാത്യു, ശങ്കരനാരായണൻ, അധ്യാപകരായ KS രതീഷ്, TT അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രകൃതിയെക്കുറിച്ചുള്ള ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി ഫലവൃക്ഷ തൈകൾ നൽകി. പ്രകൃതിക്ക് ദോഷകരമായി തീരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുകയും നല്ലൊരു നാളേക്ക് വേണ്ടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും എന്നും വിദ്യാർത്ഥികൾ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. പൗലോസ് ദിദിയൻ ബാവയുടെ ഓർമ്മയ്ക്കായി കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ നൽകുന്ന 4ാമത് സാന്ത്വന സ്പർശം അവാർഡിന് പ്രസിദ്ധ മജീഷ്യനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാട് അർഹനായി. ജീവകാരുണ്യ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും ഗോപിനാഥ് മുതുകാടിന്റെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും അനുകരണീയവും അഭിനന്ദനാർഹവുമാണെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷനായ ജൂറി അഭിപ്രായപ്പെട്ടു. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ആഗസ്റ്റ് 15 വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന പൗലോസ് ദിദിയൻ ബാവ അനുസ്മരണ സമ്മേളനത്തിൽ ഗോപിനാഥ് മുതുകാടിനെ സമ്മാനിക്കും. കൊച്ചനൂർ കുളത്തിൽ ജലസുരക്ഷാ ഡിവൈസ് കോർണർ സ്ഥാപിച്ചു. ഇതോടനുബന്ധിച്ച് ജലസുരക്ഷാ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ലോക മുങ്ങിമരണ ദിന ക്യാമ്പയിന്റെ ഭാഗമായി ഐഡിയൽ റിലീഫ് വിങ്ങും പൂമുഖം കലാ സാംസ്കാരിക വേദിയും സംയുക്തമായി കൊച്ചന്നൂരിലെ കുളത്തിനു സമീപം ജലസുരക്ഷാ ഡിവൈസ് കോർണർ സ്ഥാപിക്കുകയും ജലസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു. ജലസുരക്ഷാ കോർണർ സ്ഥാപക ഉദ്ഘാടനം ഐഡിയൽ റിലീഫ് വിംഗ് കുന്നംകുളം ഗ്രൂപ്പ് ലീഡർ അഷ്റഫ് കൊച്ചന്നൂർ നിർവഹിച്ചു. പൂമുഖം കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഉസ്മാൻ പള്ളിക്കര അധ്യക്ഷത വഹിച്ചു.
വിവിധ ജലരക്ഷാ ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് IRW സീനിയർ വളണ്ടിയർ K. അനീസ് ക്ലാസ് എടുത്തു. പൂമുഖം കലാ സാംസ്കാരിക വേദി ട്രഷറർ അഷ്റഫ് പേങ്ങാട്ടയിൽ, IRW ജില്ലാ സെക്രട്ടറി ഹിഷാം താലിബ്, ജില്ലാ PR സെക്രട്ടറി MH റഫീഖ്, ഗ്രൂപ്പ് സെക്രട്ടറി AK അബ്ദുൽ കരീം, SRW കോർഡിനേറ്റർ P. അനീഷ്, വളണ്ടിയർമാരായ OM നിയാസ് മൊയ്നുദ്ദീൻ, പൂമുഖം കലാ സാംസ്കാരിക വേദി സെക്രട്ടറി ബിജു കണ്ടംപുള്ളി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭ 70-ാം നമ്പർ അംഗൻവാടിയിൽ ലോക സൗഹൃദ ദിന സന്ദേശമായി സൗഹൃദങ്ങൾ പച്ച പിടിക്കട്ടെ ക്യാമ്പയിന്റെ ഭാഗമായുള്ള വൃക്ഷത്തൈ കൈമാറ്റവും നടീലും വാർഡ് കൗൺസിലറും പ്രതിപക്ഷ നേതാവുമായ KP ഉദയൻ നിർവഹിച്ചു. ഡോക്ടർ വിവേക്, സുഷ ബാബു, അമ്പിളി നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1983-84 SSLC ബാച്ച് വിദ്യാർത്ഥികൾ സ്കൂളിന് 50 കസേരകൾ നൽകി. സ്കൂൾ പ്രധാനാധ്യാപിക P. ചിത്ര, PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ എന്നിവർ കസേരകൾ ഏറ്റുവാങ്ങി. കഴിഞ്ഞ ജനുവരിയിൽ 1983-84 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സുഹൃതം എന്ന പേരിൽ 41 വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് TK ബാലൻ, സെക്രട്ടറി MV ബേബി, രക്ഷാധികാരി ഷിജോയ് തോലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നടന്ന യുവ ഉത്സവ് 2025 രക്തദാന ലഹരി വിരുദ്ധ പ്രവർത്തകനായ മേജർ PJ സ്റ്റൈജുവിനെ ആദരിച്ചു. CBC ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ K. അബ്ദു മനാഫ് ഉപഹാരം സമ്മാനിച്ചു. അംജിത് ഷേർ, ഡോക്ടർ K. ശ്രീരഞ്ജനി, ബിഞ്ചു ജേക്കബ് എന്നിവർ സംബന്ധിച്ചു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുന്നനൌഷ രക്തസാക്ഷി ദിനം ആചരിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് MG വിവേക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാം പാത്രമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് മറഡോണ പീറ്റർ, KSU വേലൂർ മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ഷാജു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ജിൻസൺ അറക്കൽ, അൻസാർ തയ്യൂർ, വേലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ മാക്കോത്ത് ഗോവിന്ദൻകുട്ടി, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിജോയ് തലക്കോടൻ, യൂത്ത് കോൺഗ്രസ് കുറുമാൽ മേഖലാ പ്രസിഡന്റ് ഡാനിഷ്, ജിൽഷാദ്, സബൻ, റിജോ, അലോഷി എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. ക്ഷേത്ര മേൽശാന്തി രാജീവ് പഴവൂർ മുഖ്യ കാർമ്മികനായി. ഔഷധക്കഞ്ഞി വിതരണം കുട്ടഞ്ചേരി ആലിക്കൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി നിർവഹിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ബാലൻ NKC, അജേഷ് NU, ഹരി കല്ലാട്ട്, അശോകൻ ചേനാട്ട് എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ കർക്കിടകം 25 ആഗസ്റ്റ് 10 മഹാഗണപതി ഹോമം, ഇല്ലം നിറ, ഭഗവത് സേവ എന്നീ വിശേഷാൽ പൂജകളും ഉണ്ടാകുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കോലഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് പ്രതിമാസ ഏകദിന സുവിശേഷ യോഗം ആഗസ്റ്റ് 3 ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കുന്ന സുവിശേഷ യോഗത്തിൽ റവറൻ ഫാദർ ഔസേഫ് ഞാറക്കാട്ടിൽ, BSNL റിട്ടയർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ VC മാത്യൂസ് എന്നിവർ പ്രാസംഗികരാകും. എല്ലാ 1-ാം ഞായറാഴ്ചയും ഇതേ സ്ഥലത്ത് വെച്ച് ഏകദിന സുവിശേഷ യോഗം ഉണ്ടായിരിക്കുമെന്നും വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കോർഡിനേറ്റർ CB സിബിൻ അറിയിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,110 രൂപ, സ്വർണം പവന് 72,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 120 രൂപ. ചർമ്മം ആളൂർ മുളയം കോടത്ത് കരിമ്പൻ മകൻ അപ്പുണ്ണി നിര്യാതനായി. സംസ്കാരം എളവള്ളി ക്രിമിറ്റോറിയത്തിൽ നടന്നു. കുനുമുച്ചി കൂത്തൂർ മാത്തുമകൻ വിൻസെന്റ് നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഗ്രേസി ഭാര്യയും വിജി, ലിജി, സിജി എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ബാബുരാജിനും ബിജിക്കും റഫീഖിനും നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ ഉത്തരവ്. തൊഴിയൂർ സുനിൽ വധക്കേസിലെ പ്രതികളെന്ന് ആരോപിച്ചാണ് പോലീസ് ഇവരടക്കമുള്ള പ്രതികളെ ജയിലിൽ അടപ്പിച്ചിരുന്നത്. CCTV ഫോളോ അപ്പ് സ്റ്റോറി.
SDPIയും CPMുമായുള്ള അന്തർധാരയുടെ രക്തസാക്ഷിയാണ് പുന്നൻ ഔഷാദെന്നും പ്രതികളെ സംരക്ഷിക്കുന്നതിൽ പോലീസും കൂട്ടുനിൽക്കുന്നുവെന്നും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പുന്നൻ ഔഷാദ് രക്തസാക്ഷി ദിനാചരണം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മഴ ഒഴിഞ്ഞപ്പോൾ ചെളി മാറി പൊടിയായി. കുന്നംകുളം മക്കിക്കാവ് റോഡിൽ പൊടിയിൽ പൊറുതിമുട്ടി യാത്രക്കാരുടെ സഞ്ചാരം. വ്യാപാരികളും പ്രദേശവാസികളും ദുരിതത്തിൽ. റോഡ് നവീകരണം മന്ദഗതിയിലായതാണ് ദുരിതം സൃഷ്ടിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.